ഇന്ത്യ UK വ്യാപാര കരാറിന് ധാരണ. ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും. സുഗന്ധവ്യഞ്ജനങ്ങൾ, ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് എന്നിവയ്ക്കും UK തീരുവ ഇല്ല. സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് മേഖലകളിലും തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ നികുതിയില്ല. വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുന്നു. നടപടികൾ നിയന്ത്രിക്കുന്നത് ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ. ഭരണകക്ഷിക്ക് അനുകൂലമായ വോട്ട് ബാങ്ക് നിർമ്മിക്കാൻ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ കൊലപാതകങ്ങൾ നടന്നുവെന്ന വെളിപ്പെടുത്തലിൽ സാക്ഷിമൊഴി പുറത്ത്. ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയുടെ മൊഴി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തൽ. പല കൊലപാതകങ്ങളും നേരിൽ കണ്ടെന്നും മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിൽ പരാമർശം. മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസിൽ 12 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രതികളെ വീണ്ടും ജയിലിലാക്കേണ്ട എന്നും നിരീക്ഷണം. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കോടതി. 2006 ട്രെയിൻ സ്ഫോടനങ്ങളിൽ മരിച്ചത് 180-ലധികം പേർ. സംസ്ഥാനത്ത് നിന്നും പരക്കെ ശക്തമായ മഴ. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീരദേശ മേഖലകളിലും വടക്കൻ ജില്ലകളുടെ മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ 2ാമത്തെ ഫൈനലിസ്റ്റിന് ഇന്നറിയാം. ഇന്ത്യയുടെ കൊനേരു ഹംപിയും ചൈനയുടെ ലെയ് ടിൻജിയും തമ്മിൽ ടൈ ബ്രേക്കറിൽ ഏറ്റുമുട്ടും. വിജയി ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ദിവ്യ ദേശ്മുഖിനെ നേരിടും.